പാട്ടെല്ലാം പഠിച്ചു. ഇപ്പൊ ആദ്യമേ ടീച്ചർ ഒരു പാട്ടിന്റെ കഥ പറഞ്ഞിരുന്നേ, ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാരും. കഥയുടെ പേരെന്തിയാണ് ടീച്ചർ പറയാ? മുത്തശ്ശിയും കൊരങ്ങന്മാരും. എന്റെ കഥയുടെ പേര് മുത്തശ്ശിയും കൊരങ്ങന്മാരും. ഒന്ന് വെച്ച് പറഞ്ഞേ, മുത്തശ്ശിയും കൊരങ്ങന്മാരും. കഥയുടെ പേര് മുത്തശ്ശിയും കൊരങ്ങന്മാരും. അപ്പൊ നമ്മുടെ കഥയിലെ മുത്തശ്ശിക്ക് എന്താണ് തൊഴിൽ എന്ന് അറിയണ്ടേ? മുത്തശ്ശിനെ കണ്ടോ? നമ്മളെ കഥയിലെ മുത്തശ്ശി എന്തുകൊണ്ട് പോകുന്നുണ്ട്? പട്ടിയില് പഴങ്ങൾ കൊണ്ട് പോകുന്നുണ്ടല്ലേ? മുത്തശ്ശിക്ക് പഴം വിൽക്കുന്ന പണിയാണ് എപ്പോഴും. മുത്തശ്ശിനെ പഴങ്ങളും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും എല്ലാരും വീട്ടിലേക്ക് എന്തുകൊണ്ട് പോകും? പഴങ്ങൾ കൊണ്ടുപോകും അല്ലേ? പഴങ്ങൾ കൊണ്ടുപോയി അങ്ങനെ എല്ലാ ദിവസവും പോയി. കൊറേ ദിവസം കഴിയുമ്പോൾ മുത്തശ്ശിക്ക് കൊറേ നടക്കണ്ടേ? പഴം കൊണ്ടുപോകുമ്പോ നടക്കണ്ടേ? നടക്കണം. അങ്ങനെ മുത്തശ്ശിക്ക് നടന്നിട്ടാകുമ്പോ നമുക്ക് മടിയാവില്ലേ? മുത്തശ്ശിക്ക് മടുത്തുപോയി. അങ്ങനെ മുത്തശ്ശി കൊറേ നടന്നിട്ടാകുമ്പോ എന്ത് കണ്ടു? ഒരു വലിയ എന്ത് കണ്ടു? മരം കണ്ടു അല്ലേ? എല്ലാരും മരം കണ്ടുവാ? വലിയൊരു മരം കണ്ടു മുത്തശ്ശി അല്ലേ? അങ്ങനെ ഈ മുത്തശ്ശി ഈ മരത്തിന്റെ അടിയിൽ എന്താക്കി? മരത്തിന്റെ അടിയിൽ എന്ത് ചെയ്തു മുത്തശ്ശി? പഴത്തിന്റെ വട്ടി അവിടെ വെച്ചിട്ട് മുത്തശ്ശി മരത്തിന്റെ അടിയിൽ ഇരുന്നു അല്ലേ? മുത്തശ്ശി മരത്തിന്റെ അടിയിൽ ഇരുന്നിട്ടാകുമ്പോ മുത്തശ്ശിക്ക് എന്തായി? മുത്തശ്ശി എന്തിനാ ഇരുന്നേ? ക്ഷീണം കൊണ്ടല്ലേ? അങ്ങനെ മുത്തശ്ശി അവിടെ ഉറങ്ങിപ്പോയി അല്ലേ? മുത്തശ്ശി ഉറങ്ങി. മരത്തിന്റെ മുകളിൽ ആരുണ്ട്? കൊരങ്ങന്മാരുണ്ടല്ലോ. എത്ര കൊരങ്ങനുണ്ട്? 1 2 3 കൊരങ്ങനുണ്ടല്ലേ? 3 കൊരങ്ങനുണ്ട്. മുത്തശ്ശി ഉറങ്ങുമ്പോ കൊരങ്ങന്മാർ എന്ത് ചെയ്തു? ഫാത്തിമ? പഴങ്ങള് പെട്ടെന്ന് എടുത്തിട്ട് 3 കൊരങ്ങന്മാരും കയ്യിൽ വെച്ചു അല്ലേ? ഒരു വട്ടിയില് ഒരു പഴം മാത്രം ബാക്കിയല്ലേ? അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോ മുത്തശ്ശി കഴിഞ്ഞു. ഉറങ്ങിട്ട് എഴുന്നേറ്റ് മുത്തശ്ശി പട്ടി നോക്കി. പട്ടിയിൽ എന്ത് കാണുന്നില്ല? മുത്തശ്ശിന് എന്ത് കാണാതെ പട്ടിയില്? എല്ലാ പഴവും ഉണ്ടാ? എല്ലാ പഴവും ആരും കൊണ്ടുപോയി പഴം? നേരെ നോക്കുന്നില്ല. ആര് കൊണ്ടുപോയത് മുത്തശ്ശിയുടെ പഴം? കൊരങ്ങന്മാരെ കൊണ്ടുപോയി അല്ലേ? കൊരങ്ങന്മാർ എന്താക്കിയിട്ടുണ്ട്? കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ മുത്തശ്ശിക്ക് വിഷമായില്ലേ? മുത്തശ്ശി ചുറ്റും നോക്കി പഴം കാണാതെ മുത്തശ്ശി സങ്കടപ്പെട്ട് കൊണ്ടിരിക്കുമ്പോ എന്ത് കണ്ടു? കൊരങ്ങന്മാര് മരത്തിന്റെ മുകളിൽ കൂറ്റാക്കുന്നുണ്ടല്ലേ? അവരെ കഴിക്കുന്നത് ആര് കണ്ടു? മുത്തശ്ശി കണ്ടു. അങ്ങനെ മുത്തശ്ശി എന്താക്കി? മുത്തശ്ശിക്ക് ഒരു ബുദ്ധി തോന്നി. മുത്തശ്ശി പട്ടിയിൽ ഒരു പഴമില്ലേ? ആ പഴത്തിനാ നമ്മളെ കൊരങ്ങനെ എറിഞ്ഞു കൊടുത്തു. ഈ ഒരു കൊരങ്ങനെ എറിയുമ്പോ കൊരങ്ങന്മാർ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അവരെ തിരിച്ചറിയും. എന്ത് മേലോട്ട് എറിഞ്ഞാലും കൊരങ്ങന്മാർ അത് തിരിച്ചറിയും. അപ്പൊ കൊരങ്ങന്മാരുടെ കയ്യിൽ എന്തുണ്ടായിനി? പഴങ്ങൾ ഉണ്ടായിനല്ലേ? ആ പഴങ്ങള് കൊരങ്ങന്മാര് ആർക്ക് എറിഞ്ഞു കൊടുത്തു? ആർക്ക് എറിഞ്ഞു കൊടുത്തേ? ഒന്ന് വെച്ച് പറഞ്ഞേ. മുത്തശ്ശിക്ക് എറിഞ്ഞു കൊടുത്തല്ലേ? അങ്ങനെ മുത്തശ്ശി പഴമെല്ലാം കിട്ടുമ്പോ എന്ത് ചെയ്തു? എല്ലാ പഴവും വട്ടിയിൽ പറക്കിട്ടു അല്ലേ? മുത്തശ്ശിയുടെ വട്ടിയിൽ പറക്കിട്ടിട്ട് മുത്തശ്ശി എടുത്തു പോയി. വേണ്ട പഴം വേണോ പറഞ്ഞിട്ട് മുത്തശ്ശി പഴം വിൽക്കാൻ പോയി. ഈ മരത്തിന്റെ കളർ എന്താ മക്കളെ? ഇടങ്കേ കാപ്പി, ഇടങ്കേ പച്ച. എത്ര കൊരങ്ങന്മാരുണ്ട്? 3 മുത്തശ്ശി എത്ര ആളില്ലേ? 1. പട്ടിയിൽ എത്ര ബാക്കി പഴം ഉണ്ടായേ? ഇതിൽ നിറയെ ഉണ്ടായാലും എത്ര പഴം ബാക്കിയുണ്ട്? 1 അല്ലേ? ഒരു പഴം ബാക്കിയല്ല കൊരങ്ങന്മാരെടുത്തു അല്ലേ? അപ്പൊ ഈ കഥ ഇഷ്ടായ? നിങ്ങളുടെ വീട്ടിലെല്ലാം മുത്തശ്ശിയില്ലേ? എല്ലാരും വീട്ടിലും മുത്തശ്ശിയല്ലേ? എല്ലാരും വീട്ടിലുണ്ട് മുത്തശ്ശി. മാമമാരെല്ലാരും ഉണ്ട്. നമ്മളെ കഥയിലെ മുത്തശ്ശിക്ക് മാത്രം പഴം വെക്കുന്ന ജോലിയായോണ്ട് മുത്തശ്ശി പഴം വെക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ നമ്മുടെ കഥയുടെ പേരെന്തിയാ? മുത്തശ്ശിയോ കൊരങ്ങന്മാരോ? നിങ്ങൾ വീട്ടിലും പോയിട്ട് പറയണോ? നിങ്ങൾക്ക് കഥ ഇഷ്ടായ? ഇഷ്ടായ കഥ? എല്ലാവർക്കും ഇഷ്ടായ? മാമയ്ക്ക് ഇഷ്ടായ? എല്ലാരും മുത്തശ്ശിനെ കൊരങ്ങനെ കഥ വീട്ടിൽ പറയണോ? നാളെ പഠിച്ചിട്ട് വരണോ? നല്ല മക്കളല്ലേ? എല്ലാരും പഴത്തിന്റെ കഥ നാളെ പഠിച്ചിട്ട് വന്നിട്ട് അംഗൻവാടിയിൽ പറയണോ? ഓക്കെ അല്ലേ?